Okay, hi students, welcome to my college. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന പർച്ചേസ് ആൻഡ് സെയിൽ. ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് ഏതായിരുന്നു? ബിസിനസ് സ്റ്റഡീസിൽ പർച്ചേസ് ആൻഡ് സെയിൽസ് എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ്. അപ്പം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കേൾക്കണോ നമ്മൾ ചെയ്യണമൊക്കെ ഒരു കാര്യമാണ് എന്ത്? പർച്ചേസ് ചെയ്യുക, സെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പം അതിനെക്കുറിച്ചൊരു ഡീപ്പായിട്ട് പഠിക്കുകയാണ് നമ്മൾ. അപ്പോൾ എന്താണ് പർച്ചേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Purchase is a process through which a person gets the ownership of some properties transferred in his name from another on payment of money. എന്താണ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ? ഒരാൾ അയാളുടെ പ്രോപ്പർട്ടീൻ്റെ മേലെയല്ല, അല്ലെങ്കിൽ അയാളുടെ കയ്യിലുള്ളൊരു വസ്തുവിൻ്റെ മേലെയല്ല ഓണർഷിപ്പും അതിൻ്റെ അതേപോലെ തന്നെ എന്താണ് ഓണർഷിപ്പ് വേറൊരാൾക്ക് എന്ത് ചെയ്യുക? കൈമാറുന്നതിനെയാണ്, ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തിൻ്റെ ബേസിലാണ്? പേയ്മെൻറ്റ് ഓഫ് മണി പേയ്മെൻറ്റിലായിരിക്കും. അതിനാണ് നമ്മൾ പർച്ചേസ് എന്ന് പറഞ്ഞത്. എന്താണ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ? അപ്പം ഒരാളുടെ പ്രോപ്പർട്ടി വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അതിൻ്റെ ഓണർഷിപ്പും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഓൺ പേയ്മെൻറ്റ് ഓഫ് മണിയാണ് എന്തെന്ന് പറയുന്നത്? പർച്ചേസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? Is a process through which the ownership of some goods or properties is transferred from one person to another. അല്ലേ? അതേപോലെ തന്നെ അതിൻ്റെ ഓണർഷിപ്പും മറ്റത് പർച്ചേസ് ചെയ്യുക, ഇത് സെയിൽ ചെയ്യുക, അതിൻ്റെ ഓണർഷിപ്പ് അടക്കം ഒരു പ്രോപ്പർട്ടിയുടെ എന്താ പറയുക ഗുഡ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് സെയിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ പർച്ചേസ് ആൻഡ് സെയിൽ എന്ന് പറഞ്ഞാൽ, പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുകയാണ്, സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുകയാണ്. അതിനുള്ള വ്യത്യാസമുള്ളൂ. അതാണ് ഇപ്പോൾ മീനിങ് ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സെയിൽ ചെയ്യുന്നത് എന്തിനാണ്? ഫോർ എ പ്രൈസിന് വേണ്ടി. രണ്ടായാലും പർച്ചേസ് ചെയ്യുന്നതായാലും ശരി, സെയിൽ ചെയ്യുന്നതായാലും ശരി, ഓൺ എ പ്രൈസിന് വേണ്ടിയിട്ടായിരിക്കും നമ്മളത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ പർച്ചേസും സെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു വൈസ് വേഴ്സ് ആണ്. അതായത് വൈസ് വേഴ്സ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു പർച്ചേസ് ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് എന്തുണ്ടായിരിക്കും? അവിടെ ഓട്ടോമാറ്റിക്കലി കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സെയിൽ ഉണ്ടായിരിക്കും, അല്ലേ? ഇതപ്പം ഇതൊരു എന്താ പറയുക ടുഗെദർ ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ് പർച്ചേസ് ആൻഡ് സെയിൽ എന്ന് പറഞ്ഞാൽ, അല്ലേ? നമ്മളൊരു പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അപ്പുറത്തൊരു സെയിൽ നടന്നിട്ടുണ്ടായിരിക്കുമല്ലോ. അതേപോലെ ഒരു സെയിൽസ് ഇവിടെ നടക്കുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു പർച്ചേസ് നടന്നേക്കും. അപ്പോൾ അത് വൈസ് വേഴ്സ് ആണ്, ടുഗെദർ പ്രോസസ്സാണ് പർച്ചേസ് ആൻഡ് സെയിൽസ് എന്ന് പറഞ്ഞാൽ. പിന്നെ എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്? മോഡ് ഓഫ് പർച്ചേസസ്. ഓക്കെ, പർച്ചേസിന്റെ മോഡാണ് നമ്മൾ നോക്കുന്നത്. മീനിങ് നോക്കി ഏതൊക്കെ മോഡിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ബൈ ഇൻസ്പെക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? സപ്പോസ് യു വാണ്ട് ടു ബൈ എ ഷർട്ട് ഓർ എ പെൻ ഓർ സം വെജിറ്റബിൾസ്. നൗ വാട്ട് യു ഡു? യു വിൽ പോസിബിലിറ്റി ഗോ ടു ദ നിയറസ്റ്റ് ഷോപ്പ് ആൻഡ് ടേസ്റ്റ് യുവർ സെൽഫ് വെജിറ്റബിൾ ബിഫോർ ബൈയിങ് ദം. ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ ബൈയിങ് നോൺ ആസ് പർച്ചേസ്. അതായത് പർച്ചേസ് ഓഫ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്കൊരു ഷർട്ടോ പെന്നോ വെജിറ്റബിളോ വാട്ടെവർ ഇറ്റ് ഈസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ പർച്ചേസ് ചെയ്യുക? നേരെ ഒരു ഷോപ്പിൽ പോകുന്നു, അവിടെ ചെന്നിട്ട് നമ്മൾ ഇപ്പം നോർമലി എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെ, നമ്മൾ എന്താണോ വാങ്ങേണ്ടത് ആ സാധനം വാങ്ങുന്നു, തിരിച്ചു വരണം. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പർച്ചേസ് ഓഫ് ഇൻസ്പെക്ഷൻ. ഇത് പർച്ചേസിൻ്റെ വൺ ഓഫ് ദ മെത്തേഡാണ് പർച്ചേസ് ഓഫ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് മെത്തേഡ് എന്താണ്? പർച്ചേസ് ബൈ സാമ്പിൾ ഓർ പാറ്റേൺ. അതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? When you want to buy goods in bulk, it is not possible to inspect the whole to load to the purchase. What you do? A sample is a specimen of goods. അതായത് സാമ്പിൾ പർച്ചേസ് ബൈ സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ബൾക്ക് ഓഫ് പ്രോഡക്റ്റ് വാങ്ങണം എന്ന് കരുതാം. ഇപ്പം എന്താ പറയാം, ഒരു ബൾക്കായിട്ട് നിങ്ങൾക്കൊരു ലാർജ് ക്വാണ്ടിറ്റിയിൽ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ എല്ലാത്തിനെയും കൂടി ചെക്ക് ചെയ്തിട്ട് നോക്കാൻ പറ്റുമോ? ഇല്ല, നമുക്ക് സമയം എടുക്കും, അല്ലേ? അപ്പം ബണ്ടിൽ ഓഫ് സാധനങ്ങൾ നമുക്ക് പോയിട്ട് ചെക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്താ, അതിൽ നിന്ന് കുറച്ച് സാമ്പിൾ എടുത്തിട്ട് ഇപ്പോൾ ഒരു അച്ചാർ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം, ഒരു അച്ചാർ വാങ്ങണം, ഒരു വലിയ ടീം അച്ചാർ വാങ്ങുമ്പോൾ നിങ്ങൾ ആ അച്ചാർ മുഴുവൻ തിന്നിട്ടാണോ അതിനെ വാങ്ങുക? അല്ല, നമ്മളത് ജസ്റ്റ് ഒരു സാമ്പിൾ എടുത്തിട്ട് സാമ്പിൾ നോക്കും, സാമ്പിൾ ഡോസ് ടെസ്റ്റ് ചെയ്തു. ചില ഷോപ്സിൽ നമുക്ക് ചോക്ലേറ്റ്സ് അതിൻ്റെ ആയാലും നട്ട്സിൻ്റെ ഒക്കെ ചെറിയ സാമ്പിൾസ് തരാറില്ല, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ സാമ്പിൾ കണ്ട് ചിലപ്പോൾ സാമ്പിളിൻ്റെ ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ബൾക്കായിട്ട് ആ പ്രോഡക്റ്റ് അങ്ങ് വാങ്ങും. അപ്പോൾ അതിന് രണ്ടാമത്തെ മെത്തേഡായിട്ട് പറയുന്നത് പർച്ചേസ് ബൈ സാമ്പിൾ. അപ്പോൾ പർച്ചേസ് ബൈ ഇൻസ്പെക്ഷൻ, പർച്ചേസ് ബൈ സാമ്പിൾ. തേർഡ് എന്താണ്?
പർച്ചേസ് ബൈ ഡിസ്ക്രിപ്ഷൻ ഓർ ബ്രാൻഡ്, അതായത് എന്താണ് ബ്രാൻഡ് നോക്കിയിട്ട്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഷർട്ട് വാങ്ങുകയാണ്, അപ്പം നിങ്ങൾ എന്താണ് അതിൻ്റെ ബ്രാൻഡ്, അതായത് കുറേ ബ്രാൻഡ്സ് ഉണ്ടല്ലോ നമുക്ക്, മറ്റേ US പോളോസിൻ്റെ അങ്ങനെ കുറേ ബ്രാൻഡഡ് ഷർട്ട്സ് ഉണ്ടാവും, അതേപോലെ ചപ്പൽസ്, ബാറ്റ, അങ്ങനെയുള്ള ബ്രാൻഡഡ്. അതപ്പം നമ്മൾ ബ്രാൻഡിൻ്റെ പേരിൽ ബ്രാൻഡ് വാങ്ങിയാലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ബേസിലും വാങ്ങാം. അപ്പം 3 മെത്തേഡിലാണ് നമ്മൾ പർച്ചേസ് നടത്തുന്നത്: ഇൻസ്പെക്ഷൻ, ദെൻ സാമ്പിള്, ദെൻ പർച്ചേസ് ബൈ ബ്രാൻഡ്. ഓക്കെ, ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് സെയിൽസിൻ്റെ മെത്തേഡ്സ് ഓഫ് സെയിൽസ്. ഏതൊക്കെ മെത്തേഡ്സിലാണ് സെയിൽസ് നടത്തുക? ഫസ്റ്റ് വൺ എന്താണ്? ഹയർ പർച്ചേസ് ബേസിസ്. ഹയർ പർച്ചേസ് ബേസിസിൽ എങ്ങനെയാണ് സെയിൽ എന്ന് പറയുന്നത്? അതായത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അല്ലേ. അപ്പം നമ്മൾ ചില സാധനങ്ങൾ സെയിൽസ് വാങ്ങാണ്. ഇപ്പം ചിലപ്പം നമ്മൾ TV അല്ലെങ്കിൽ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അവർ സെയിൽ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇൻസ്റ്റാൾമെൻറ്റ് ബേസിലായിരിക്കും. അപ്പം നമ്മൾ എന്താ പറയുക, റെഡി ക്യാഷ് കൊടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ ഇത് തവണകളായിട്ട് അടച്ചിട്ടായിരിക്കും നമ്മൾ വാങ്ങുക. അപ്പം ഒരു ഇൻസ്റ്റാൾമെൻറ്റ് ഹയർ പർച്ചേസ് ബേസിൽ നമുക്ക് സെയിൽ ചെയ്യാം. സെക്കൻഡ് എങ്ങനെയാണ്? സെക്കൻഡ് മെത്തേഡ് സെയിൽസ് ത്രൂ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം. അതായത് ഇപ്പോൾ നമ്മൾ പറയാം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്. ഹയർ പർച്ചേസിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, തേർഡ് വൺ എന്താണ്? സെയിൽസ് ഓൺ അപ്രൂവൽ ബേസിസ് എന്ന് വെച്ചാൽ ഇതിലെങ്ങനെ നടക്കുന്നത് വെച്ചാൽ കണ്ടീഷണൽ സെയിൽ ആയിരിക്കും. അതായത് ഇൻ ദിസ് ടൈപ്പ് ഓഫ് സെയിൽ goods are delivered to the buyer on payment with the understanding that the buyer can return the goods to the seller and claim refund with the specific period. അതായത് നമ്മൾ ഒരു കണ്ടീഷണൽ ബേസിൽ സെയിൽ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ആ കസ്റ്റമറെ മനസ്സിലാക്കും. അതായത് ഇൻ കേസ് അയാൾക്ക് ഇൻസ്റ്റാൾമെൻറ്റ് നടത്താൻ പറ്റില്ലെങ്കിൽ ഇതേ ഗുഡ്സിനെ നമുക്ക് തിരിച്ചു തരാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ്. അപ്പം അങ്ങനെ ആ ഒരു കണ്ടീഷൻ്റെ ബേസിൽ നമ്മൾ സെയിൽ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റിൽ ഹയർ പർച്ചേസ് ഇൻസ്റ്റാൾമെൻറ്റ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. അത് ഞാൻ എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് പറയാഞ്ഞത്. പിന്നെ എന്താണ് കണ്ടീഷണൽ സെയിലിൽ? എന്താണ് സെയിൽസ് ബൈ ത്രൂ ടെൻഡർ. അതായത് ടെൻഡർ വിളിക്കുക എന്ന് വെച്ചാൽ ഒരു നോട്ടീസാണ്. ടെൻഡർ എന്ന് പറഞ്ഞാൽ ഒരു നോട്ടീസ് എന്താ പറയുക അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പം ആ നോട്ടീസ് വഴി അതിന് ടെൻഡർ എന്ന് പറയും. ടെൻഡർ വിളിച്ച് ഇത്രയും എമൗണ്ടിൽ ഇത്രയും പ്രോഡക്റ്റിൽ നമുക്ക് വാങ്ങാം. അതായത് കുറേ ആൾക്കാരുടെ അവർ ഒരു ഓപ്ഷൻ പോലെയാണ്, കൈൻഡ് ഓഫ് ഓപ്ഷനാണ്. അപ്പം അങ്ങനെ എന്ത് ചെയ്യാം, ഒരു പ്രോഡക്റ്റിനെ സെയിൽ ചെയ്യുന്നതാണ് സെയിൽ ബൈ ടെൻഡർ എന്ന് പറയുന്നത്. പിന്നെന്താണ് ഓപ്ഷൻ? നേരത്തെ നമ്മൾ പറഞ്ഞ ഓപ്ഷൻ സെയിൽ, അതായത് ലേലം വിളിക്കുക. നമ്മൾ പ്രൊഡക്റ്റ് വെച്ചിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ റേറ്റിൽ നമുക്ക് സെയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും മെത്തേഡ്സ് ആണ് എന്ത് സെയിൽ നടത്തുന്നത്. അപ്പോൾ അത് ഹയർ പർച്ചേസ്, ഇൻസ്റ്റാൾമെൻറ്റ്, കണ്ടീഷണൽ സെയിൽസ്, ദെൻ നമ്മൾ പറഞ്ഞു ടെൻഡർ സെയിൽസ്, ഓപ്ഷൻ സെയിൽസ്. അപ്പോൾ മെത്തേഡ്സ് ഓഫ് സെയിൽസ് ഇത്രയാണ്. ദെൻ എന്താണ് നോക്കുന്നത്? പിന്നെ മോഡ് ഓഫ് പേയ്മെൻറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയൊക്കെ ആയിരിക്കാം. നമുക്ക് റെഡി ക്യാഷ് കൊടുക്കാം, ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട്, അങ്ങനെ അതിലിപ്പോൾ പ്രത്യേകിച്ച് പറയാം. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട്, ഡെബിറ്റ് കാർഡ്, അങ്ങനെ മോഡ് ഓഫ് പേയ്മെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് നടത്താം എന്നാണ് സെയിൽസിൽ. ദെൻ സെല്ലിംഗ് പ്രൊസീജിയർ. ഇത് സെയിൽസിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് വരുന്നുണ്ട്. മെത്തേഡ്സ് നോക്കി ദെൻ എന്തൊക്കെയാണ് സെല്ലിംഗ് പ്രൊസീജിയേഴ്സ്? എൻക്വയറി ഫ്രം ദ ഇൻറ്റൻഡിങ് ബയർ അല്ലേ. നമുക്ക് ഒരു സെല്ലിംഗ് പ്രൊസീജിയറിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ സെല്ല് ചെയ്യുന്ന എന്താണോ അതിനൊരു ബയർ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം എൻക്വയറി നടത്തുക. അതായത് ആർക്കെങ്കിലും അത് ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുക എന്നാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് എന്താണ്? പ്രൊവൈഡിങ് കൊട്ടേഷൻ ബൈ ദ ഇൻറ്റൻഡിങ് ബയർ അല്ലേ. അതായത് നമ്മൾ ആ ആൾക്ക് ഇപ്പോൾ ആർക്കാണോ അത് ആവശ്യമുള്ള അവർക്കൊരു കൊട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്ന് വെച്ചാൽ അതൊരു നോട്ടീസ് പ്രൊവൈഡ് ചെയ്യുക നമ്മൾ കൊടുക്കാം. അതായത് on receipt of an inquiry from the prospective buyer, the seller provides a required information known as quotation. അതായത് നമ്മൾ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ളൊരു ഇൻഫോർമേഷനും അത് തന്നെയാണ് നമ്മൾ കൊട്ടേഷൻ. ആ പ്രോഡക്റ്റിൻ്റെ ഒരു ഡീറ്റെയിൽസിനെ കുറിച്ചും എന്താണ് നമ്മളെ ഇതെന്നുള്ളതും അതിൻ്റെ പ്രൈസിനെ കുറിച്ചൊക്കെ ഒരു ഇൻഫോർമേഷൻ ബയർക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ എന്താണ്? റെസിപ്റ്റ് ഓഫ് ഓർഡർ ഫ്രം ദ ബയർ അല്ലേ. നമുക്ക് ആ ബയർ എടുത്തുനിന്ന് അയാളത് വാങ്ങാൻ വില്ലിങ് ആണെന്നുള്ളതിൻ്റെ വാങ്ങിയതിൻ്റെയൊക്കെ ഒരു റെസിപ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ സ്വീകരിക്കാം.
ദെൻ എക്സിക്യൂഷൻ ഓഫ് ദ ഓർഡർ, ദെൻ ആ ഓർഡർ എന്താ ചെയ്യുക, നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക. അയാളുടെ അടുത്ത് നിന്ന് അതിനുള്ളൊരു റെസിപ്റ്റും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് എക്സിക്യൂട്ട്